ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. ഏത് മീനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയതാണ്. അതുപോലെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നാൽ നമുക്കിതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാൻ കരിമീനിലാണ് ചെയ്തത്. അതുപോലെ തന്നെ ചെറിയ കരിമീനാണ് എനിക്ക് കിട്ടിയത്. അത്ര വലിപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചിടുമ്പോഴൊക്കെ പൊട്ടിയിട്ടുണ്ട്. നിങ്ങളിനി വലിയ കരിമീനാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 4 കരിമീനാണ് എടുത്തത്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ട് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ പീസ് മതി, അത് ചെറുതായി അരിഞ്ഞെടുക്കുക. 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടിയൊക്കെ, ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ കൂടി പോകരുത്. ഇത് അരിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് മാത്രമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മീനിലത് മസാല പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് അരച്ചിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ മീനിലും തേച്ച് പിടിപ്പിക്കണം. ഞാൻ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ നമ്മൾക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എല്ലാ മീനിലും ആ കട്ടിങ്സിലൊക്കെ നല്ലപോലെ തന്നെ മസാല തേച്ച് കൊടുക്കുക. അതുപോലെ ഉൾഭാഗത്തും തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ മസാല മുഴുവനായിട്ടും തേച്ച് കൊടുക്കേണ്ട, മസാല കൂടുതലുണ്ടോ എന്ന് വെച്ചിട്ട് എല്ലാ മീനിലും ആവശ്യത്തിന് മാത്രം മതി. നമുക്ക് ബാലൻസ് വരുന്ന മസാല ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്ന് നോക്കുക. എല്ലാ മീനിലും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാലൻസ് വന്ന അരപ്പ്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലുള്ള മൊത്തത്തിലൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായി ഞാൻ മീനെല്ലാം വേറൊരു ബൗളിൽ മാറ്റിയിട്ട് വെക്കുകയാണ്. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് 1 മണിക്കൂറിന് ശേഷം. ഇവിടെ ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓരോ മീനും അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് ഇനിയും മസാലയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മസാലയുടെ ഗ്രേവിയൊക്കെ കൊള്ളുന്നത് ജസ്റ്റ് ഒരു കുഴിയുള്ള പാത്രമൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പുള്ള ഒരു പാത്രം എടുത്തത്. മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഓയിലിൽ തന്നെയാണ് ആ മസാലയും കൂടി ചെയ്യാനുള്ളത്. നമ്മുടെ മീൻ ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് വെന്ത് കിട്ടണം. പക്ഷേ അത് ജസ്റ്റ് ഒരു ഫ്രൈയും മാത്രമേ ആയി കിട്ടിയാൽ മതി. ആ ഒരു ക്രിസ്പിനെസ് ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞെന്ന് തോന്നിയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മീൻ ഇവിടെ കറക്റ്റ് പാകത്തിന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ആ പാത്രത്തിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നേരത്തെ മിക്സിയിൽ ബാക്കി വെച്ച ആ മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മസാലയാണിത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി എടുക്കുക.
മുക്കാൽ കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തത്. മീൻ 4 മീൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. നിങ്ങൾ ഇനി പിന്നെ എത്ര മീനാളാ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മസാല കിട്ടുകയുള്ളൂ. ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ എടുത്ത് വെച്ച ആ മസാല മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്ത് നോക്കുക. നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് സൂപ്പറായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ജസ്റ്റ് ഈ കാണുന്നൊരു രീതി വരെ കുറുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. മീൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുക. വലിയ കരിമീനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പെർഫെക്റ്റായി കിട്ടും. എൻ്റെ മീനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് മസാലയൊക്കെ ഇതിൻ്റെ മേലേക്കൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക, ഒരു സ്പൂൺ വെച്ചിട്ട്. അതുപോലെ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും സൂക്ഷിച്ച് തിരിച്ചിടുക, പൊട്ടിപ്പോവാതെ ഒന്ന് നോക്കുക. മീൻ ഞാൻ തിരിച്ചിട്ടൊക്കെ കൊടുത്ത് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നല്ലപോലെ തന്നെ കുറുകി കിട്ടണം. അതിൻ്റെ ആ മസാലയൊക്കെ ഈ മീനിൽ തന്നെ നല്ലപോലെ കോരി ഒഴിച്ചിട്ട് പിടിപ്പിച്ചെടുക്കും. മീൻ നമ്മൾ ഇനി പൊള്ളിക്കാൻ ഇലയിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി പൊള്ളിക്കുന്നത്. ആ ഒരു സ്റ്റേജും കൂടി ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിർത്താം. ഉപ്പൊക്കെ ആവശ്യത്തിന് കറക്റ്റ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ തെളിഞ്ഞു വന്ന ഓയിൽ നമുക്ക് ആവശ്യമില്ല. ഈ ഉള്ളി നമ്മുടെ ഈ മസാലയില്ലേ അത് ബാലൻസ് വെക്കാതെ ഈ മീനിലേക്ക് മേലേക്ക് കോരിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ വാഴയില എടുക്കുക. ഓരോ മീനിനും ഓരോ വാഴയില വേണം. അപ്പോൾ വാഴയില ഞാനൊന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് തന്നെ വാട്ടിയെടുക്കുകയാണ്. നമ്മൾ പൊട്ടിപ്പോകരുത്, അതിനാലാണ് വാട്ടുന്നത്. മീൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് മടക്കി കൊടുക്കണം. അപ്പോൾ പൊട്ടിയാൽ മസാലയൊക്കെ പുറത്തു പോകുമ്പോൾ അത് പ്രശ്നമാണ്. അങ്ങനെ ഞാൻ ഇലയെല്ലാം വാട്ടിക്കൊടുത്ത് ഒരു ഇല എടുത്തിട്ട് ഒരു മീൻ അതിലേക്ക് വെച്ച് കൊടുത്തു. 4 മീനിനും ആവശ്യമുള്ളത്ര നമ്മുടെ മസാല മാറ്റി വെക്കണം. ഈ ഒരു മീനിൽ മസാല ഇട്ട് കൊടുത്ത്
ആ ഇല നാലായിട്ട് ഉള്ളിൽ നിൽക്കുന്ന വിധത്തിൽ നാലായിട്ട് ഇതൊന്ന് മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 ഭാഗവും മസാല ഉണ്ടോയെന്നൊന്ന് നോക്കുക. എന്നിട്ട് 4 ഇല 4ആയി മടക്കിയിട്ട് അവിടെ വെക്കാം. അതുപോലെ തന്നെ ഞാൻ എല്ലാ മീനും 4 മീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇല പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതിനാലാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഓരോ മീനായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 4 മീനും എല്ലാ മീനും ഒന്നിച്ച് ഇട്ട് കൊടുക്കാൻ വലിയ പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിനി ഓരോ മീനും ചെയ്തെടുക്കുകയാണ്. ഒരു ഭാഗം ഒന്ന് കരിഞ്ഞെന്ന് ഒന്ന് ഫ്രൈ ആയിന്ന് തോന്നുമ്പോൾ ഇല നല്ല പോലെ തന്നെ വാടിക്കിട്ടും. അങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് പാകം. ഇല ഒന്ന് വാടിക്കിട്ടി തുടങ്ങിയാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഫൈനൽ പ്രോസസ്സും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിത് ഓപ്പണാക്കി നോക്കാം. എല്ലാ മീനും ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. മീനിതാ ഇവിടെ ഞാൻ ഓപ്പണാക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് ഈ കരിമീൻ പൊള്ളിച്ചത്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് തന്നെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ഇനി വേറെ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.